Hello, വെൽക്കം ടു അഷ്റഫ് യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളിവിടെ അൺബോക്സ് ചെയ്യുന്നത് ഒരു സ്മാർട്ട് വൈഫൈ നെറ്റ് ക്യാമറയാണ്. ഇത് നമുക്ക് ഓൺലൈനായിട്ട് ഫ്ലിപ്കാർട്ട്, ആമസോണോ പോലുള്ള സൈറ്റുകളിൽ നിന്നും വാങ്ങാൻ കഴിയും. ഇത് MRP 4,999 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഏകദേശം ഒരു 1,500 രൂപയിൽ താഴെ കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിൽ ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു കാർഡ് കാണാൻ കഴിയും. 6 മാസത്തേക്ക് മാനുഫാക്ചറിങ് വാറണ്ടി ഉണ്ട്. അത് രജിസ്റ്റർ ചെയ്യാനുള്ള നമ്പറും മറ്റും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതോടൊപ്പം ഒരു താങ്ക്സ് കാർഡും വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ മറ്റൊന്ന് ഇതിൻ്റെ യൂസർ മാനുവലാണ്. അത് ഏതെല്ലാം രീതിയിൽ ഉപയോഗിക്കണമെന്നും മറ്റും ഇതിൽ അവർ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മുടെ വീട്ടിലെ സെക്യൂരിറ്റി പർപ്പസിന് വേണ്ടി ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. അതുപോലെ ഷോപ്പ്, ഓഫീസുകൾ മറ്റും നമുക്ക് ഇത് വെച്ച് നമുക്ക് ലൈവായിട്ട് കാണാൻ കഴിയുന്നതാണ്. വാറണ്ടി രജിസ്ട്രേഷൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അത് ചില ആപ്പുകൾ ഉപയോഗിച്ച് നമുക്ക് ഇതാണ് ഇതിൻ്റെ കൂടെ വന്നിട്ടുള്ള ചാർജിങ് അഡാപ്റ്റർ. DC ചാർജറാണ്. അതോടൊപ്പം തന്നെ അതിൻ്റെ ചാർജിങ് കേബിളും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് നമ്മളുടെ ക്യാമറ. നമുക്ക് ഓഫറുള്ള സമയത്തും മറ്റും വളരെ കുറഞ്ഞ ചിലവിൽ മറ്റും നമുക്കിത് വാങ്ങാൻ കഴിയും. ഇതെനിക്ക് 1,200 രൂപയിൽ താഴെ ആയിട്ട് കിട്ടിയതാണ്. പിന്നെ ഇതത് വാൾ ക്ലാമ്പും മറ്റുമാണ്. പിന്നെ അത് പിടിപ്പിക്കാനുള്ള സ്ക്രൂവും ഇതിൻ്റെ കൂടെ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ കൂടെ ഉള്ളത്. ഇനി നമുക്കിത് എങ്ങനെയാണ് സെറ്റപ്പ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് ക്യാമറ. അതിൻ്റെ നേരെ കാണുന്ന ആ ഹോള് നമുക്ക് മൈക്രോഫോൺ, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർഫോണായിട്ട് സംസാരിക്കാനുള്ള മൈക്രോഫോണാണ്. ബാക്കിലുള്ള സ്പീക്കറോടൊപ്പം അതിലെ ഹ്യൂമിഡിറ്റി പുറത്തു പോകാൻ. പിന്നെ അടിയിലതിൻ്റെ ചാർജിങ് പോർട്ടും കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ അതിൻ്റെ ചാർജർ പോർട്ടുമായിട്ട് ബന്ധിപ്പിക്കേണ്ടത്. നമ്മളിത് ഉപയോഗിക്കുമ്പോൾ ഒരു മെമ്മറി കാർഡ് ഇതിൽ ഇട്ട് കൊടുക്കേണ്ടതാണ്. അത് ക്യാമറയുടെ ഒപ്പം നമുക്ക് മെമ്മറി കാർഡ് കിട്ടുന്നില്ല. അത് നമ്മൾ സെപ്പറേറ്റ് തന്നെ വാങ്ങിച്ച് ഇടേണ്ടതാണ്. 64 GB വരെ മെമ്മറി കാർഡ് സപ്പോർട്ട് ചെയ്യുന്നതാണ് ഈ ഡിവൈസ്. അപ്രകാരം തന്നെ നമ്മളെവിടെയായിരുന്നാലും നമ്മളുടെ ചുറ്റുപാടുകൾ, അതുപോലെ വീടോ ഓഫീസോ ഒക്കെ ആണെങ്കിലും നമ്മുടെ മൊബൈലിൽ നമുക്ക് ഡയറക്റ്റായിട്ട് കാണാൻ കഴിയുന്നതാണ്. ശേഷം നമ്മൾ ഫാക്ടറി റീസെറ്റ് ചെയ്യേണ്ടതാണ്. ക്യാമറ ഓണായി റൗണ്ട് ചെയ്ത ശേഷം എടുക്കും. അപ്പോൾ ക്യാമറയുടെ ഫ്രണ്ടിൽ കാണുന്ന മെമ്മറി കാർഡിൻ്റെ അടുത്ത് കാണുന്ന ഒരു ബോർഡ്
സെറ്റിംഗ് റീസെറ്റ് ആവുന്നതാണ്. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ ഒരു ആപ്പ് ഉണ്ട്, പ്ലേ സ്റ്റോറിൽ മറ്റും ലഭ്യമാണ്. ക്യാം 380 Pro എന്നടിച്ചു കഴിഞ്ഞാൽ ആ ആപ്ലിക്കേഷൻ നമ്മൾ ഡൗൺലോഡ്